എന്റെ പേര് രാജു. ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. എന്താ വിശ്വസിക്കുന്നില്ലേ? കേൾക്കൂ, ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങില്ല എന്ന് ഉറപ്പാ. കഴിഞ്ഞ വർഷം ഞാൻ എന്റെ ചേട്ടന്റെ കല്യാണത്തിന് ഗ്രാമത്തിലേക്ക് പോയതാ. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമം, മലയോര പ്രദേശം. വഴിയിൽ ആളൊന്നും കാണില്ല, മരങ്ങൾ മാത്രം. രാത്രി 8:30 കഴിഞ്ഞപ്പോ ബസ് എത്തി. ഇറങ്ങിയപ്പോൾ ചുറ്റും കൂരിരുട്ട്. സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും പ്രവർത്തിക്കുന്നില്ല. അയ്യോ, ഫോൺ ചാർജ് കഴിഞ്ഞല്ലോ, ഞാൻ പരിഭ്രമിച്ചു. വീട് അവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരം. നടന്നു പോകണം. പേടിയോടെ നടക്കാൻ തുടങ്ങി. ഇടതുവശത്ത് പഴയ മരങ്ങൾ, വലതുവശത്ത് ഒരു പാടശേഖരം. കാറ്റ് വീശുമ്പോൾ മരങ്ങൾ ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നു. ഞാൻ വേഗത്തിൽ നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് ദൂരെ നിന്ന് ഒരു വെളിച്ചം കണ്ടു. ആരോ ടോർച്ച് ലൈറ്റ് പിടിച്ചു വരുന്നത് പോലെ. ഹേയ്, നല്ല സമയത്ത്. ആരെങ്കിലും വരുന്നുണ്ട്, ഞാൻ സന്തോഷിച്ചു. പക്ഷേ അടുത്ത നിമിഷം ആ വെളിച്ചം പെട്ടെന്ന് അപ്രത്യക്ഷമായി. ചുറ്റും വീണ്ടും കൂരിരുട്ട്. എവിടെ പോയി ആ ആൾ? ഞാൻ നിന്നു, നിശബ്ദ. പിന്നെ വീണ്ടും അതേ വെളിച്ചം, ഇത്തവണ കൂടുതൽ അടുത്ത്. പക്ഷേ ഈ സീൻ കണ്ടപ്പോൾ എന്റെ നെഞ്ചിടിപ്പ് കൂടി. കാരണം വെളിച്ചം നിലത്തല്ല, വായുവിൽ പൊങ്ങി നിൽക്കുന്നു. എന്താ ഇത്? ഞാൻ പിന്നോട്ട് പോയി. അപ്പോഴാ ആ വെളിച്ചത്തിന്റെ അടുത്ത് ഒരു രൂപം കണ്ടത്. വെളുത്ത സാരി ഉടുത്ത ഒരു സ്ത്രീ, തല താഴ്ത്തി നിൽക്കുന്നു. മുടി മുഖം മറച്ചിരിക്കുന്നു. ഹലോ ചേച്ചി, ഞാൻ വിളിച്ചു. എന്റെ ശബ്ദം വിറച്ചു. ഉത്തരമില്ല. അവൾ അങ്ങനെ തന്നെ നിന്നു. പിന്നെ പെട്ടെന്ന് അവൾ തല ഉയർത്തി എന്നെ നോക്കി. ആഹാ, എന്താ പേടിയായോ? നല്ല കാര്യം. കാരണം ഇനി വരുന്നത് കൂടുതൽ ഭയങ്കരമാണ്. അവളുടെ മുഖം ഒരു മുഖമൽ. കണ്ണുകൾ ഇല്ല, പക്ഷേ ശൂന്യമായ 2 കുഴികൾ. വായ അസാധാരണമായി വലുതാണ്. അവിടെ നിന്ന് കറുത്ത രക്തം ഒഴുകുന്നു. ആ! ഞാൻ നിലവിളിച്ച് ഓടാൻ തുടങ്ങി. പക്ഷേ എത്ര ഓടിയാലും അവൾ പിന്നാലെ വരുന്നു. നടക്കുന്നില്ല, പൊങ്ങി വരുന്നു. അതിവേഗം. ആരെങ്കിലും സഹായിക്കൂ, ഞാൻ നിലവിളിച്ചു. പക്ഷേ ആരും കേൾക്കുന്നില്ല. എന്റെ കാലുകൾ ക്ഷീണിച്ചു. എനിക്ക് കൂടുതൽ ഓടാൻ പറ്റുന്നില്ല. പെട്ടെന്ന് എന്റെ കാൽ ഒരു വേരിൽ തട്ടി. ഞാൻ വീണു. ഇനി കഴിഞ്ഞു, ഞാൻ കരുതി. തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ എന്റെ മുന്നിൽ, വെറും ഒരടി ദൂരത്തിൽ. അവളുടെ കൈകൾ നീട്ടി എന്നെ പിടിക്കാൻ വരുന്നു. അവളുടെ വിരലുകൾ നീണ്ടതാണ്, നഖങ്ങൾ കറുത്ത് മൂർച്ചയുള്ളത്. ഞാൻ കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു, ദൈവമേ. പെട്ടെന്ന്, രാജു, എവിടെയാ? ആരുടെയോ ശബ്ദം. ദൂരെ നിന്ന് ടോർച്ച് ലൈറ്റ്. എന്റെ ചേട്ടൻ. ഞാൻ കണ്ണ് തുറന്നു. ആ ഭൂതം അപ്രത്യക്ഷമായി. വെറും ഒരു നിമിഷം കൊണ്ട്. ചുറ്റും സാധാരണ കാടും ഇരുട്ടും മാത്രം. ഇവിടെ ഞാൻ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചു. ചേട്ടൻ ഓടിവന്നു. എന്താ സംഭവിച്ചേ? ഞാൻ ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ നിന്നെ കാണില്ല, അതുകൊണ്ട് തിരക്കി വന്നതാ. ഒരു സ്ത്രീ, വെളുത്ത സാരി. ഞാൻ പറഞ്ഞു. ചേട്ടന്റെ മുഖം വിളറി. വെളുത്ത സാരി? അതെ, അവളുടെ മുഖം. നിർത്തൂ. ചേട്ടൻ കൈ ഉയർത്തി. നമുക്ക് വേഗം ഇവിടെ നിന്ന് പോകണം. വീട്ടിലെത്തിയപ്പോൾ അമ്മാവൻ എല്ലാം അറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മോനെ, നീ കണ്ടത് കരിങ്കുട്ടിയമ്മയാണ്. കരിങ്കുട്ടിയമ്മ? ഞാൻ ചോദിച്ചു. അമ്മാവൻ പറഞ്ഞ കഥ കേട്ടപ്പോൾ എന്റെ രോമം എഴുന്നേറ്റു നിന്നു. 50 വർഷം മുമ്പ് ഈ ഗ്രാമത്തിൽ കരിങ്കുട്ടി എന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ വളരെ സുന്ദരിയായിരുന്നു. പക്ഷേ അവളുടെ ഭർത്താവ് ക്രൂരനായിരുന്നു. അവൻ അവളെ നിരന്തരം പീഡിപ്പിച്ചു. ഒരു ദിവസം കരിങ്കുട്ടി വീടിനരികിലുള്ള കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. അന്ന് അവൾ വെളുത്ത സാരി ധരിച്ചിരുന്നു. എനിക്ക് വിയർപ്പ് തുടങ്ങി. അന്നുമുതൽ അമാവാസി രാത്രികളിൽ അവൾ ആ വഴിയിൽ കാണാറുണ്ട്. അവളെ കണ്ട ആരെയും അവൾ പിന്തുടരും. അവർ ഗ്രാമത്തിന് പുറത്തുനിന്ന് വന്നവരാണെങ്കിൽ കൂടുതൽ അപകടം. എന്തുകൊണ്ട്? ഞാൻ ചോദിച്ചു. കാരണം അവൾ അവരെ തന്നോടൊപ്പം ആ കിണറ്റിലേക്ക് വലിച്ചിറക്കും. പലരും അങ്ങനെ അപ്രത്യക്ഷമായി. എനിക്ക് ശ്വാസം മുട്ടി. പിന്നെ എന്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു? അമ്മാവൻ പറഞ്ഞു, നീ ഭാഗ്യവാനാ മോനെ. നിന്റെ ചേട്ടൻ വന്നപ്പോൾ അവൻ ഗ്രാമക്കാരനാണ്. അവൾ ഗ്രാമക്കാരെ ഉപദ്രവിക്കാറില്ല, അതുകൊണ്ട് അവൾ അപ്രത്യക്ഷമായി. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും അമാവാസി രാത്രികളിൽ ആ വഴിയിലൂടെ ആരും പോകാറില്ല. ഞാൻ പിന്നീട് ആ ഗ്രാമത്തിൽ പോയിട്ടില്ല. പക്ഷേ ചിലപ്പോൾ ഉറക്കത്തിൽ ആ വെളുത്ത സാരിയും ശൂന്യമായ കണ്ണുകളും എനിക്ക് ഇപ്പോഴും കാണാം. നിങ്ങൾ ഒരിക്കലും അജ്ഞാതമായ സ്ഥലങ്ങളിൽ രാത്രി ഒറ്റയ്ക്ക് നടക്കരുത്. എന്തു സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല. എന്റെ അനുഭവം ഇത്രയേയുള്ളൂ. നിങ്ങൾക്കും സമാനമായ ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ? കമന്റ് ചെയ്യൂ.